ഹായ് ഫ്രണ്ട്സ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് സെക്കൻഡ് പാർട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ബി.എഡിന് പഠിക്കാനുള്ള പെഡഗോഗി സബ്ജക്റ്റിൽ വരുന്ന 4th യൂണിറ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നതാണ് ലേണിംഗ് സെന്റേർഡ് മെത്തേഡ്. ലേണിംഗ് സെന്റേർഡ് മെത്തേഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 9 മെത്തേഡുകളാണുള്ളത്. അവയിൽ ഓരോന്ന് 1 by 1 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സെൽഫ് ലേണിംഗ് എന്നുള്ളത് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യമാണ്. സെൽഫ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സുകളും അതേപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻസും അതേപോലെ തന്നെ കുട്ടികൾ എഫേർട്ട് എടുത്തിട്ട് പഠിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് എന്ന് പറയും. അപ്പോൾ അതിൽ ആ ഒരു ഏരിയ നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടത് ഈ സെൽഫ് ലേണിങ്ങിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. സെൽഫ് ലേണിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും എഴുതി വെക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്വന്തം കുട്ടികൾ പഠിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഏതൊക്കെയെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോഴാണ് അതൊന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാൻ അക്കാദമി ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഏറ്റവും കൂടുതൽ അതിൽ യൂസ് ചെയ്യുക. കാൻ അക്കാദമി അതിൽ എല്ലാ തരത്തിലുള്ള ഇതുകളുണ്ട്. അതായത് സബ്ജക്ട് ബേസിലുള്ളതുണ്ട്, പിന്നെ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അങ്ങനെ കോഴ്സുകൾ സംബന്ധിക്കുന്നുണ്ട്, കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, അത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഇതെന്ന് പറയുന്നത് കാൻ അക്കാദമി. മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ഡ്യുവലിംഗോ. അത് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അതിൽ ലഭിക്കുന്നത്. സോളോ ലേണിംഗ്, ബെസ്റ്റ് ടു ലേൺ കോഡ് പഠിക്കാൻ, അതായത് വെബ് ഡിസൈനിങ്ങോ ഗ്രാഫിക് ഡിസൈനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗെയിം ഉണ്ടാക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഡ് ക്രിയേഷൻ ആണ്, കോഡ് പഠിപ്പിക്കുന്ന രീതിയാണ് സോളോ ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ കോഴ്സെറ അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കോഴ്സുകൾക്കാണ്, പല ടൈപ്പ് ഓഫ് കോഴ്സുകൾക്കാണ് കോഴ്സെറയിൽ. ബുക്ക് ബൂൺ ഡിജിറ്റൽ ലേണിംഗും അതേപോലെ തന്നെ കോർപ്പറേറ്റ് ലേണിംഗും ബിസിനസ് സംബന്ധമായിട്ടുള്ള പഠനം മുൻതൂക്കം നൽകുന്നതിനെയാണ് ബുക്ക് ബൂൺ എന്ന് പറയുന്നത്. ദെൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. നമ്മൾ പല യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം പോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അതേപോലെ തന്നെ EDX എന്ന് പറയുന്നത് കോഴ്സസ് ഫോർ കരിയർ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൽഫ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് ഏതെന്ന് പറയുന്നത് EDX എന്ന് പറയുന്നത്. iTuneU ഫ്രീ കോഴ്സ് ബൈ എഡ്യൂക്കേറ്റേഴ്സ്, അതായത് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഫ്രീ എഡ്യൂക്കേഷൻ കോഴ്സ് ആണ് iTuneU എന്ന് പറയുന്നത്. കോഡ് അക്കാദമി അതും ഇന്റർവ്യൂസിനും പ്രോജക്റ്റിനും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഫിനിഷിംഗ് കോഴ്സ് പോലുള്ള ഒരു കോഴ്സാണ് കോഡ് അക്കാദമി എന്ന് പറയുന്നത്. ദെൻ UDEMY ഫൈൻഡ് ദ റൈറ്റ് ഇൻസ്ട്രക്ടർ ഫോർ യു. നമുക്ക് എന്തെങ്കിലും ചില സബ്ജക്റ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ, ചില കുട്ടികൾക്ക് 10th ക്ലാസ്സിലോ അല്ലെങ്കിൽ +2 കുട്ടികൾക്ക് ചില സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സബ്ജക്റ്റിനാണ് ആ സബ്ജക്റ്റിനെ ചൂസ് ചെയ്യുന്ന അധ്യാപകർ ചൂസ് ചെയ്തിട്ട് അത് മാത്രം പഠിപ്പിക്കുന്ന രീതിയാണെന്ന് പറഞ്ഞ് UDEMY എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു 10 സെൽഫ് ലേണിംഗ് മെറ്റീരിയലുകളാണ് ഇതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. എന്താണ് സെൽഫ് ലേണിംഗ് എന്ന് പറയുകയും ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പ്രോഗ്രാം ചെയ്ത് ഒരു ക്ലാസ് എങ്ങനെ കൊടുക്കണം എന്ന് പ്രോഗ്രാം ചെയ്തിട്ട് കൊടുക്കുന്ന മെത്തേഡിനാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലും ചിലപ്പോൾ ഉൾപ്പെടുത്തുന്നുണ്ടാവും. ടീം ടീച്ചിങ്ങിന്റെ ഭാഗമുണ്ടാവാം, ലെക്ചറിങ്ങിന്റെ ഭാഗമുണ്ടാവാം, വീഡിയോസോ ഫോട്ടോസോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാം. അത് ഘട്ടം ഘട്ടമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉണ്ടാവാം. പ്രൊജക്റ്റിലും ഈ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാം, പ്രൊജക്ട് മെത്തേഡിന്റെ കാര്യത്തിലും അത് ഉപയോഗിക്കാം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വരുന്ന ഒരു ഏരിയ ആണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ കൂടിയാണ്. അതൊരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ആണ്. മെറ്റീരിയൽസ് ആർ ഡെവലപ്ഡ് കീപ്പിംഗ് ഇൻ വ്യൂ ലോജിക്കൽ സീക്വൻസ്. അത് കണക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഈസ് ബീങ് പ്രൊവൈഡഡ്, അതായത് ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് പെട്ടെന്ന് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്ന രീതിയിലേക്ക് വരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ദർ ഈസ് ഇൻബിൽറ്റ് മെക്കാനിസം ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ലേണിംഗ് മെറ്റീരിയൽസ് ആൻഡ് ലേണേഴ്സ്. അതായത് ഇൻബിൽറ്റ് മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുക. അത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇൻബിൽറ്റ് മെറ്റീരിയൽ എന്ന് പറയാം. അതായത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി കാര്യങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പോയിട്ട് ഉണ്ടാക്കി അങ്ങനത്തെ ഒന്നുമല്ല. ആ അധ്യാപകൻ അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നു, ഒരു പല മെറ്റീരിയലുകൾ ക്രോഡീകരിച്ചിട്ട് അത് മൊത്തത്തിൽ സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോയി അവതരിപ്പിക്കുന്ന രീതി, അതിൽ കുട്ടികളുടെ ആക്ടിവിറ്റിയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പ്രോഗ്രാം ചെയ്തത് കൊണ്ടുപോവുക. കമ്പ്യൂട്ടറിലൊക്കെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് കൂടുതൽ കൊടുക്കുക, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ.
ഓക്കെ, ലേണേഴ്സ് ലേൺ ദ മെറ്റീരിയൽ വിത്ത് ദെയർ ഓൺ പേസ്. അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് അത് കാര്യങ്ങൾ ചെയ്യുന്നു. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഈസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി ലേണിംഗ് മെറ്റീരിയൽസ്. അത് കൂട്ടിച്ചേർക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. തുടർച്ചയായിട്ടുള്ള ഒരു ഇവാലുവേഷൻ അതിൽ നടക്കുകയും ചെയ്യുന്നു. ദെൻ ഡെവലപ്മെന്റ് ഓഫ് പ്രോഗ്രാംഡ് ലേണിംഗ് മെറ്റീരിയൽസ്. അത് ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ ചില ഫേസുകൾ ഫോളോ ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ടത്. ഈ ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് പറയുക, അതിൽ ഉപയോഗിക്കുന്ന ചില നേച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുക. അതിനുശേഷം ഇവിടെ ഉപയോഗിക്കുന്ന ചില ഫേസുകളുണ്ട്, 3 ഫേസുകൾ. ലേണിംഗ് മെറ്റീരിയൽ, പ്രോഗ്രാംഡ് ലേണിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫേസ്, അതിൽ 3 ഫേസുകളാണ് വരുന്നത്. ഒന്ന് പ്രിപ്പറേറ്ററി ഫേസ് എന്നും, 2 ഡെവലപ്മെന്റ് ഓർ റൈറ്റിംഗ് ഫേസ് എന്നും, 3 ഇവാലുവേഷൻ ഫേസ് ഓർ ട്രൈ ഔട്ട് ഓർ റിവിഷൻ എന്നുമാണ്. ഓക്കെ, 3 ഫേസുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മോഡൽ ഫോളോ ചെയ്യുന്നത്. ആ 3 ഫേസിൽ വരുന്ന ഓരോ ഫേസിലും വരുന്ന മറ്റു പോയിന്റ്സുകൾ എന്തൊക്കെയാണ്? ഒന്ന് പ്രിപ്പറേറ്ററി ഫേസ്, അതിൽ സെലക്ഷൻ ഓഫ് എ യൂണിറ്റ് ഓർ ടോപ്പിക്, പ്രിപ്പറേഷൻ ഓഫ് കണ്ടന്റ് ഔട്ട്ലൈന്, ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ് ഇൻ ബിഹേവിയറൽ ടേംസ്, കൺസ്ട്രക്ഷൻ ഓഫ് എ ടെസ്റ്റ് ഓഫ് എൻറ്ററിംഗ് ബിഹേവിയർ, കൺസ്ട്രക്ഷൻ ഓഫ് ടെസ്റ്റ് ഓഫ് ടെർമിനൽ ബിഹേവിയർ. അപ്പോൾ പിന്നെ ചില ബിഹേവിയർ കുട്ടികൾക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ അതിന് ടെസ്റ്റ് നടത്തുക, ചിലത് ഒഴിവാക്കണമെങ്കിൽ അതിന് ടെസ്റ്റ് നടത്തുക. ഇതൊക്കെയാണ് പ്രിപ്പറേറ്ററി ഫേസസ് എന്ന് പറയുന്നത്. പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപുള്ള സ്റ്റേജാണ് പ്രിപ്പറേറ്ററി ഫേസ്. അത് നമ്മൾ പ്രിപ്പറേഷൻ സമയമാണ്. അപ്പൊ അങ്ങനെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് ആ ഒരു മൊഡ്യൂളും കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ് റൂമിൽ പോയിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ ഡെവലപ്മെന്റ് ഓർ റൈറ്റിംഗ് ഫേസ്, അത് പിന്നെ ആ പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അതിനുള്ള മെറ്റീരിയൽസ് നമ്മൾ ഉണ്ടാക്കണം, അത് ഡെവലപ്പ് ചെയ്യണം, അത് എഴുതി ഉണ്ടാക്കി, അത് ഡെമോ ഉണ്ടാക്കി, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും. ആ ഒരു ഏരിയ ആണെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓർ റൈറ്റിംഗ് ഫേസ് എന്ന് പറയും. പ്രസന്റ് ദ മെറ്റീരിയൽ ഇൻ ഫ്രെയിംസ്, പ്രൊവൈഡ് ഫോർ ആക്റ്റീവ് സ്റ്റുഡന്റ് റെസ്പോൺസ്, കൺസ്ട്രക്ടിംഗ് ടെസ്റ്റ് ആഫ്റ്റർ ഈച്ച് ഫ്രെയിം, പ്രൊവൈഡ് ഫോർ കറക്ഷൻ ഓഫ് സ്റ്റുഡന്റ് റെസ്പോൺസ്, use of prompts to guide students response, provide careful sequences of frames, preparing answer key. ഈ ഫ്രെയിംസ് എന്ന് പറയുന്നതിന്റെ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫ്രെയിമുകളായിട്ടായിരിക്കും അല്ലെങ്കിൽ ഓരോ സീനുകളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ഫ്രെയിമിലും ഉണ്ടായിരിക്കേണ്ട കണ്ടന്റുകൾ എന്താണ്? അപ്പോൾ ചാർട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും, ഒരു ഡെമോ ഉണ്ടാക്കുകയാണെങ്കിലും, അതല്ലെങ്കിൽ ഒരു PPT ഉണ്ടാക്കുകയാണെങ്കിലും, ഓരോന്നിലും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത് പിന്നെ ഡെവലപ്മെന്റ് ഓർ റൈറ്റിംഗ് ഫേസിൽ വരുന്ന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ദെൻ ഇവാലുവേഷൻ ഫേസ്, അത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം ഈ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവാലുവേറ്റ് നടത്തണം. ടു ഇവാലുവേറ്റ് ഇംപ്രൂവ് ത്രൂ പ്രീ ട്രൈ ഔട്ട് ആൻഡ് ട്രൈ ഔട്ട്. അതായത് ട്രൈ ഔട്ടിന് മുമ്പ്, ചെയ്യുന്നതിന് മുൻപും ചെയ്തതിന് ശേഷവും എന്ത് ചെയ്യണം, നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം. ചെയ്യുന്നതിന് മുൻപും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം, അത് ഉറപ്പിക്കാനും കൂടി ചെയ്യണം. എന്നിട്ട് റിവൈസ് ചെയ്യിപ്പിക്കണം. ഇവാലുവേറ്റ് ദി ഇമ്പാക്ട് ഓഫ് ദി ലേണിംഗ് മെറ്റീരിയൽ. എന്നിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലേണിംഗ് മെറ്റീരിയലിന്റെ ഇമ്പാക്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ 3 തരത്തിൽ ഇവാലുവേഷൻ നമ്മൾ ഉറപ്പുവരുത്തണം. ഒന്ന്, ഈ ഈ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് മുൻപ്, കൊടുത്തതിന് ശേഷവും. ഓക്കെ, അതേപോലെ തന്നെ കൊടുക്കുന്നതിന് ത്രൂ ഔട്ടും എന്ത് ചെയ്യണം, ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കണം. അതിനുശേഷം റിവിഷനും നടത്തണം, ഇതിന്റെ തന്നെ റിവിഷനും നടത്തണം. അത് മാത്രമല്ല, നമ്മൾ കൊണ്ടുപോകുന്ന മെറ്റീരിയൽസ്, ലേണിംഗ് മെറ്റീരിയൽസിന്റെ ഇമ്പാക്ട് കൂടി എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, സന്നദ്ധത കാണിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഡെവലപ്മെന്റ് ഓഫ് പ്രോഗ്രാംഡ് ലേണിംഗ് മെറ്റീരിയൽസിൽ വരുന്നത്. അത് 3 ഫേസുകളായിട്ട് അതിൽ എടുത്ത് പറയുന്നത്. ഇതിലും എന്ത് ചെയ്യണം, നമ്മൾ അഡ്വാൻറ്റേജസ് ഉൾപ്പെടുത്താം, അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഉൾപ്പെടുത്താം. മൂന്നാമതായിട്ട് വരുന്നതാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് പ്രോസസ്സിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ സപ്പോർട്ടോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ടൈപ്സുകൾ ഒന്ന് ഡ്രിൽ ആൻഡ് പ്രാക്ടീസ്, ട്യൂട്ടോറിയൽ, ഗെയിംസ്, സിമുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രൊവൈഡ്സ് അപ്രോക്സിമേഷൻ ഓഫ് റിയാലിറ്റി. അപ്പോൾ നമ്മൾ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് സോഫ്റ്റ്വെയറിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുക, അതിനുവേണ്ടി സോഫ്റ്റ്വെയർ പ്രിപ്പയർ ചെയ്യുക, അതിനാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിസ്കവറി, ദെൻ ലാസ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ്. ഇത്രയും പിന്നെ ടൈപ്സുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുന്നത്. ആ ടൈപ്സ് നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ അഡ്വാൻറ്റേജസ് അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക.
ദെൻ അടുത്തത് വരുന്നതാണ് ദ കെല്ലർ പ്ലാൻ. കെല്ലർ പ്ലാൻ എന്താണ്? കെല്ലർ പ്ലാൻ എന്ന് പറയുന്നതും പേഴ്സണലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ആണെന്ന് പറയുന്നത് കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു വേർഡ് തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക. PSI, പേഴ്സണലൈസ്ഡ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ, വ്യക്തികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട്. ഇറ്റ് ഈസ് എ മോഡ് ഓഫ് ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ലൈക്ക് പ്രോഗ്രാംഡ് ലേണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഗ്രാംഡ് ലേണിംഗ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ പോലെ തന്നെ ഈ വരുന്ന ഒരു മെത്തേഡ് ആണെന്ന് പറയുന്നത് കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുകയും അത് കൂടാതെ തന്നെ കുറെ കൂടി ലേണിംഗ് മെറ്റീരിയൽസും ടീച്ചിങ് എയ്ഡുകളും നോൺ ടീച്ചിങ് എയ്ഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള FS കെല്ലർ ആണ്. അതുകൂടാതെ തന്നെ AS ശർമ്മയുമാണ് 1963. It is based on Skinner's theory of operant conditioning. ഈ കെല്ലർ പ്ലാൻ വന്നത് ഏതിന്റെ ബേസിലാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ലേണിംഗ് തിയറി ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലേണിംഗ് തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ്. ആ ലേണിംഗ് തിയറിയുടെ സപ്പോർട്ട്, ആ ലേണിംഗ് തിയറിയുടെ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് സ്കിന്നർ ആണ്, BF സ്കിന്നർ. ആ BF സ്കിന്നറുടെ ലേണിംഗ് തിയറി ആയിട്ടുള്ള ഓപ്പറന്റ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏത് വന്നിട്ടുള്ളത്? ദ കെല്ലർ പ്ലാൻ എന്ന് വന്നിട്ടുള്ളത്. ദെൻ ഈ കെല്ലർ പ്ലാനിൽ ഉപയോഗിക്കുന്ന മൊഡ്യൂളുകൾ അല്ലെങ്കിൽ കോഴ്സ് മെറ്റീരിയൽ എന്തൊക്കെയാണ്? റീഡിംഗ് അസൈൻമെന്റ്, ഫിലിംസ് കാണിക്കുക, ഓഡിയോ ടാപ്പ് നടത്തുക, ഫിലിം ട്രിപ്സ് നടത്തുക, പിന്നെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ നടത്തുക, കണ്ടക്ടിങ് ആൻഡ് എക്സ്പെരിമെന്റ്സ് നടത്തുക, കണ്ടക്ടിങ് ആൻഡ് ഇന്റർവ്യൂ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കുറെ കോഴ്സ് മൊഡ്യൂളുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് കെല്ലർ പ്ലാൻ പഠിപ്പിക്കുന്നത്, കെല്ലർ പ്ലാൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് കോഴ്സ് മൊഡ്യൂളിൽ വരുന്ന ഓരോന്നിനും കോഴ്സ് മൊഡ്യൂൾ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് എന്തായി, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാവും. അതായത് നമ്മൾ ഓരോ മെത്തേഡിലും ഉപയോഗിക്കുന്ന കോഴ്സ് മൊഡ്യൂളുകൾ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജസ് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സ് ഉൾപ്പെടുത്താൻ പറ്റിയാൽ നമുക്ക് എന്തായി, ആ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സംഭവം എന്താണെന്ന് വ്യക്തമാവും. അപ്പോൾ ഈ മൊഡ്യൂൾ ഇന്ന് നോട്ട് ചെയ്യുക. Then Keller plan divide the process for creating PSI into 4 steps. അതായത് പേഴ്സണൽ സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷനിൽ ആ പേഴ്സണൽ സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ തന്നെയാണ് കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ 4 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ മെറ്റീരിയൽസ് ഫോർ ദി കോഴ്സ്. ആ കോഴ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്താണെന്ന് നമ്മൾ തീരുമാനിക്കുക. ഡിവൈഡ് ദ മെറ്റീരിയൽ ഇൻ ടു സെൽഫ് കണ്ടെന്റ് മൊഡ്യൂൾഡ്. സെൽഫ് കണ്ടെന്റ് മൊഡ്യൂൾ അത് സെഗ്മെന്റുകളായിട്ട് തിരിക്കുക. സെൽഫ് കണ്ടെന്റ് മൊഡ്യൂൾ ഓരോ കുട്ടികൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പേഴ്സണലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് കൊടുക്കേണ്ട രീതിയിലായിരിക്കില്ല അപ്പുറത്തെ കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ വ്യക്തികളുടെയും കാര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും, അത് ചിലപ്പോൾ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പേഴ്സൺസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, ചൈൽഡ് സെന്റേർഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അതുകൊണ്ടും കൂടിയാണല്ലോ ഇത് ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ലേണർ സെന്റേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സെൽഫ് കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പിന്നെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ സെഗ്മെന്റുകളായിട്ട് തിരിക്കുക. ദെൻ ക്രിയേറ്റ് മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ മെറ്റീരിയൽ ഇൻ എ ഗിവൺ മൊഡ്യൂൾ. ക്രിയേറ്റ് മെത്തേഡ്സ്, അതിൽ ആവശ്യമായിട്ടുള്ള മെത്തേഡ്സുകൾ ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അലോ ലേണേഴ്സ് ടു മൂവ് ഫ്രം മൊഡ്യൂൾ ടു മൊഡ്യൂൾ അറ്റ് ദെയർ ഓൺ പ്ലേസ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരുടെ മൊഡ്യൂളിലേക്ക് മൂവ് ചെയ്യുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക അല്ലെങ്കിൽ അതിന് ഫ്രീഡം നൽകുക എന്നുള്ളതാണ്. ഇങ്ങനെ 4 ഫേസുകളിലൂടെയാണ് അല്ലെങ്കിൽ 4 സ്റ്റെപ്പുകളിലൂടെയാണ് കെല്ലർ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, കെല്ലർ പ്ലാനിൽ വരുന്നത് ഹൈലി പേഴ്സണലൈസ്ഡ് ലേണിംഗ് മെത്തേഡ് ഇൻ വിത്ത് സ്റ്റുഡൻസ് പ്രോഗ്രാം അറ്റ് ദെയർ ഓൺ പേസ്. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക. അതിനുള്ള മെറ്റീരിയൽസും മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ പ്ലാൻ ചെയ്ത് പോയിട്ട് അവിടെ പോയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് പറയുന്നത് കെല്ലർ പ്ലാൻ എന്ന് പറയുന്നത് BF സ്കിന്നറിന്റെ തിയറിയോട് അനുബന്ധിച്ച് വന്നിട്ടുള്ളതാണ്. ദെൻ അടുത്ത് വരുന്നതാണ് പ്രൊജക്ട് മെത്തേഡ്. എന്താണ് പ്രൊജക്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊജക്ട് തന്നെയാണ്, കുട്ടികൾക്ക് പ്രൊജക്ട് കൊടുക്കുക. അതായത് ബേസ്ഡ് ഓൺ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ്. അഥവാ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തന്നെ സ്വയം പഠിപ്പിക്കുന്ന രീതിയാണ് എന്താന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. അതിൽ സോഷ്യൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഉണ്ട്. ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ആയിട്ടുള്ള വളർച്ചയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രൊജക്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി തന്നെ അതിനെക്കുറിച്ച് പ്രിപ്പറേഷൻ നടത്തി, ആ കുട്ടി തന്നെ അത് പിന്നെ ആക്ടിവിറ്റി ചെയ്ത്, ആ കുട്ടി തന്നെ അതിന്റെ കണ്ടെത്തലുകൾ നടത്തി, ആ കുട്ടി തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത്, അത് ചെയ്തതിന് ശേഷം അതിന്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി
കുട്ടികൾ സ്വയം പഠിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് പ്രൊജക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊരു കൺസ്ട്രക്റ്റീവ് മെത്തേഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റീവിസ്റ്റ് ആക്ടിവിറ്റീസ് ആണ് എന്തിൽ യൂസ് ചെയ്യുന്നത്, ഈ പ്രൊജക്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വില്യം പാട്രിക് ആണ് ഇതിന്റെ പ്രൊപ്പോണ്ടന്റ് ആയിട്ട് വരുന്നത്. അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്, എ പ്രൊജക്ട് മെത്തേഡ് ഈസ് എ ഓൾ ഹേർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിംഗ് ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ്. അതേപോലെ തന്നെ ജെ സ്റ്റീവൻസൺ പറയുന്നതാണ്, എ പ്രൊജക്ട് ഈസ് പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരിഡ് ടു കംപ്ലീഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്. വില്യം കിൽപാട്രിക് പറഞ്ഞതാണ്, എ പ്രൊജക്ട് മെത്തേഡ് ഈസ് എ ഓൾ ഹേർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിംഗ് ഇൻ എ സോഷ്യൽ എൻവയോൺമെന്റ്. ഒരു സോഷ്യൽ എൻവയോൺമെന്റിൽ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം, ആ കുട്ടികളുടെ ഇഷ്ടമായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് പല സ്റ്റെപ്പുകളിലൂടെ മുന്നോട്ട് പോയി കുട്ടികൾ സ്വയം പഠനം നടത്തുന്ന രീതിയാണെന്ന് പറയുന്നത് പ്രൊജക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ഈ ബേസിക് പ്രിൻസിപ്പിൾസ് ഫോർ പ്രൊജക്ട് മെത്തേഡ്, അതിൽ ഉപയോഗിക്കുന്ന ചില ബേസിക് പ്രിൻസിപ്പിളുകൾ ഏതൊക്കെയാണ്? ഒന്ന്, ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ ലിവിങ്, അതിൽ തന്നെ ജീവിച്ചുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ആ കുട്ടികൾ ചിലപ്പം ക്യാമ്പൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ കുട്ടികൾ അതിൽ തന്നെ ഇരുന്ന് അതിലിങ്ങനെ മുഴുകും, അതിൽ നന്നായിട്ട് മുഴുകും, അതിൽ ലിവ് ചെയ്യുക. ലേണിംഗ് ത്രൂ അസോസിയേഷൻ, കോപ്പറേഷൻ ആൻഡ് ആക്ടിവിറ്റി, മറ്റ് പരസ്പരം കുട്ടികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുകയും കിട്ടാത്ത സാധനങ്ങൾ മനസ്സിലാക്കുകയും മറ്റ് അധ്യാപകരോട് പോയി ചോദിക്കുകയും എന്നിട്ട് അതിൻ്റെ ആക്ടിവിറ്റി ചെയ്യുകയും അങ്ങനെ അത് ഫിനിഷ് ചെയ്യുന്ന, ആ ഒരു ഒബ്ജക്റ്റീവ് ഫിനിഷ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നതിനെയാണ് ലേണിംഗ് ത്രൂ അസോസിയേഷൻ, കോപ്പറേഷൻ ആൻഡ് ആക്ടിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ലേണിംഗ് ബൈ എക്സ്പീരിയൻസ്, ലേണിംഗ് ബൈ സോഷ്യബിലിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് സോഷ്യബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുക, അതേപോലെ തന്നെ കോപ്പറേഷൻ ഡെവലപ്പ് ചെയ്യുക, അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കുക, ആക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യുക, അതിൽ മുഴുകി കാര്യങ്ങൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക, അത്തരത്തിലുള്ള പ്രിൻസിപ്പിളുകളെ ആണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നതിനാണ് പ്രൊജക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. Then steps in project method. ഈ പ്രൊജക്ട് മെത്തേഡിന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? പ്രൊവൈഡ് എ സിറ്റുവേഷൻ, ചൂസിങ് എ പ്രൊജക്ട്, പ്ലാനിങ് ഓഫ് ദി പ്രൊജക്ട്, എക്സിക്യൂട്ടിംഗ് ദ പ്രൊജക്ട്, ഇവാലുവേറ്റിംഗ് ദ പ്രൊജക്ട്, റെക്കോർഡിംഗ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രൊജക്ട്. ഓക്കെ, അത് കുട്ടികൾ ചെയ്യേണ്ടതാണ്. ആദ്യം സിറ്റുവേഷൻ കൊടുക്കണം നമ്മൾ, എന്നിട്ട് അതിൽ പറ്റിയ ഒരു പ്രൊജക്ട് ചൂസ് ചെയ്യണം, അതിനുശേഷം ആ പ്രൊജക്റ്റിനെ കുറിച്ച് പ്ലാനിങ് നടത്തണം, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യണം, പിന്നെ അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, അത് കുട്ടികളും ഇവാലുവേറ്റ് ചെയ്യണം, റെക്കോർഡിംഗ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രൊജക്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യണം. ഇത് ഒരു സിറ്റുവേഷൻ കൊടുത്ത് കുട്ടികൾ പ്രൊജക്ട് കണ്ടെത്തി ആ പ്രൊജക്ട് കുട്ടികൾ പ്ലാനിങ് നടത്തി അത് ഇംപ്ലിമെന്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു, എന്നിട്ട് ആ കുട്ടികൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ടോ, കംപ്ലീറ്റ് ആയിട്ടുണ്ടോ, ഫിനിഷ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് പ്രൊജക്ട് മെത്തേഡ് എന്നാണ്. ഈ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ കൂടുതലും വരുന്നത് എന്താണ്? പ്രൊജക്ട് മെത്തേഡ്. ഒരു വാഹനം ഉണ്ടാക്കാൻ ഒരു സിറ്റുവേഷൻ കൊടുക്കുകയാണ്, അധ്യാപകൻ സിറ്റുവേഷൻ മാത്രമേ കൊടുക്കുള്ളൂ, ബാക്കിയെല്ലാം കുട്ടികൾ എന്ത് ചെയ്യണം? കുട്ടികളായിട്ട് ചെയ്യണം. എന്നിട്ട് അതിന്റെ ഏത് പ്രൊജക്റ്റാണ്, അതിന് പറ്റിയ സിറ്റുവേഷന് പറ്റിയ പ്രൊജക്ട് ഏതാണ്, എന്നിട്ട് അതിന്റെ പ്ലാനിങ് എങ്ങനെയാണ്, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, അത് എങ്ങനെ എവാലുവേഷൻ ഇതാക്കണം, അത് കംപ്ലീറ്റ് ആയോ, ഫിനിഷിംഗ് ആയോ, ഇതിൽ ഏതെങ്കിലും സ്റ്റേജിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ചോദിക്കുന്നു, അഭിപ്രായം ചോദിക്കുന്നു, അതിന്റെ ഫിനിഷിംഗ് സ്റ്റേജുകൾ ചെക്ക് ചെയ്യുന്നു, അധ്യാപകരെ കൊണ്ട് വീണ്ടും ചെക്ക് ചെയ്യിപ്പിക്കുന്നു, എന്തെങ്കിലും ഹിന്റുകൾ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുന്നു, നെറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള യൂട്യൂബുകൾ യൂസ് ചെയ്യുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികൾ കണ്ടെത്തി പഠിച്ച് അത് പ്രിപ്പയർ ചെയ്ത് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ന് പറയുന്നത് ആ സ്റ്റെപ്പോടെ കംപ്ലീറ്റ് ആവുന്നത് എന്നുള്ളതാണ്. അതൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക, ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡാണ്. കൺസ്ട്രക്റ്റിവിസത്തിൽ രണ്ട് തരത്തിലുള്ള വളർച്ച വരുന്നുണ്ട്. ഒന്ന് ഇന്റലിജൻസ് തലത്തിലുള്ള അല്ലെങ്കിൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റീവ്സ് എന്നാണ്, പ്രോബ്ലം സോൾവിങ്, ഇന്റർപ്രിട്ടേഷൻ, അനാലിസിസ്, പിന്നെ അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, പിന്നെ കമ്പാരിസണ്, അതേപോലെ തന്നെ റിലേഷന്, റാഷണൽ കോസ് എഫക്റ്റ് റിലേഷന്, പിന്നെ അതേപോലെ തന്നെ ബുദ്ധിശക്തി, ഇന്റലിജൻസ്, IQ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളും അതേപോലെ തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതായത് സോഷ്യൽ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റീവ്സും കൂടി അതിൽ വരുന്നു. അങ്ങനെ രണ്ട് ടൈപ്സിൽ ഡെവലപ്മെന്റ് കുട്ടികൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പ്രൊജക്ട് മെത്തേഡ്, പലപ്പോഴായിട്ട് ആവർത്തിച്ചു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, അത് ആ ബാക്കിൽ തന്നെ ഉണ്ട്. കുട്ടികൾക്ക് പ്രവൃത്തി കൊടുത്ത് ചെയ്യുന്ന ലേണിങ്ങിനെയാണ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. കുറച്ച് ആക്ടിവിറ്റികൾ കൊടുക്കുക, എന്നിട്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിയെടുക്കുക. അതിൽ വിഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റി കൊടുക്കും, ഓഡിറ്ററി ബേസിൽ കൊടുക്കും, റീഡിങ് ആൻഡ് റൈറ്റിംഗ് കൊടുക്കും, കിനസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടം, ചാട്ടം, നമ്മുടെ ബോഡി തരത്തിലുള്ള കാര്യങ്ങളെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിനാണ് കിനസ്തെറ്റിക് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് ചെറിയ ക്ലാസ്സുകളിൽ കൊടുക്കുന്ന സംഭവമാണ് ആക്ടിവിറ്റി ബേസ്ഡ്. അതിൽ ഫോർ കോർ ലേണിംഗ് സ്റ്റൈലുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് വിഷ്വൽ, ഓഡിറ്ററി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, കിനസ്തെറ്റിക്.
അതേപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗിൽ 5 ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് മെത്തേഡുകളുണ്ട്. റിയൽ ഒബ്ജക്ട്സ് കൊടുക്കാം, പ്രൊജക്ട് വർക്ക് കൊടുക്കാം, വീഡിയോ ക്ലാസ്സസ് കൊടുക്കാം, ഫീൽഡ് ട്രിപ്പ് കൊടുക്കാം, സ്റ്റോറി ആൻഡ് റോൾ പ്ലേസും കൊടുക്കാം. സ്റ്റോറി ആൻഡ് റോൾ പ്ലേസ്, ഫീൽഡ് ട്രിപ്പ്, വീഡിയോ ക്ലാസ്സസ്, പ്രൊജക്ട് വർക്ക്, റിയൽ ഒബ്ജക്ട്സ്. ദെൻ ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആക്ടിവിറ്റിയാണ്. ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. അവരുടെ ഇൻവോൾവ്മെന്റ് കൂടുക എന്നുള്ളതാണ്. കുട്ടികളുടെ പഠനത്തിൽ കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പുവരുത്തുന്നതിനെയാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രയൽ ആൻഡ് എറർ ലേണിംഗ് മെത്തേഡിൽ പറയുന്ന ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ഡിസ്കവറി ലേണിംഗ്, സോഷ്യൽ ഇന്ററാക്റ്റീവ് ലേണിംഗ്, പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ, അതായത് കണ്ടെത്തി പഠിക്കുക, അതേപോലെ തന്നെ ചെയ്ത് പഠിക്കുക, പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ ചെയ്ത് പഠിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളെയാണെന്ന് പറയുന്നത് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ കാര്യങ്ങൾ കൊടുക്കുക വഴി കുട്ടികളുടെ ആക്റ്റീവ്നെസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിലേക്കുള്ള ഇൻവോൾവ്മെന്റ് കൂടും. ഓക്കെ, കുട്ടികൾ ആ പഠനത്തിലേക്കുള്ള ഇൻവോൾവ്മെന്റ് കൂടും. അത്തരത്തിൽ പഠനത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പഠനത്തെയാണെന്ന് പറയുന്നത് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. മറ്റേത് ആക്ടിവിറ്റി ലേണിംഗ് ആണ്, ഇത് ആക്റ്റീവ് ലേണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ആ ആക്റ്റീവ് ലേണിംഗിന്റെ നേച്ചറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ആക്ട് ആസ് ഗൈഡ് റാദർ ദാൻ എ ലെക്ചർ. ഗൈഡ് ആയിട്ട് പ്രവർത്തിക്കുക അധ്യാപകൻ. മെയിൻറ്റെയിൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റുഡൻസ്. എൻകറേജ് സ്റ്റുഡൻസ് ഇന്ററാക്ഷൻസ്, കുട്ടികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക. ബി ഫ്ലെക്സിബിൾ ആൻഡ് ക്രിയേറ്റീവ്. ഒരു പിന്നെ റിജിഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമോ ഒന്നും ആയിരിക്കരുത്, ഒരു സർക്കംസ്റ്റാൻസസ് ഒന്നും ആയിരിക്കും. ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് മാത്രമല്ല ക്രിയേറ്റിവിറ്റിക്ക് മുൻതൂക്കം നൽകുക. എക്സ്പ്ലോർ ഇന്ററാക്റ്റീവ് ഓൺലൈൻ ടൂൾസ്. ഓൺലൈൻ ടൂൾസ് കൂടി അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇത്രയും നേച്ചറുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ലേണിങ്ങിനെയാണെന്ന് പറയുന്നത് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് അങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടും, കുട്ടികൾ അതിലേക്ക് മനസ്സ് തരും, അതായത് കുട്ടികൾ അത് മനസ്സറിഞ്ഞ് അത് പഠിക്കും എന്നുള്ളതാണ്. അത് എക്സ്പ്ലനേഷൻ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ നോട്ട് തരുമ്പോൾ അതിൽ നിന്ന് വായിച്ചു നോക്കിയാൽ മതി. ദെൻ മൈൻഡ് മാപ്പ്. മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൈൻഡിന്റെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തുക എന്നുള്ളത്. കൊളാബറേഷൻസ്, ബെനിഫിറ്റ്സ്, പ്ലാനിങ്, ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി. അതായത് നമ്മളൊരു ടോപ്പിക്ക് കൊടുക്കുമ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ബെനിഫിറ്റ് എന്താണ്, അതിനുള്ള ആവശ്യമായിട്ടുള്ള പ്ലാനിങ് എന്താണ്, ക്രിയേറ്റിവിറ്റി, അതിൽ ഉൾപ്പെടുന്ന ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി, അതേപോലെ തന്നെ കൊളാബറേഷൻസ്, പലതരത്തിലുള്ള കൊളാബറേഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ഒരു മനസ്സിലേക്ക് കാര്യങ്ങൾ കയറ്റി അതിനനുസരിച്ച് കുട്ടികൾ മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന രീതിയാണെന്ന് പറയുന്നത് മൈൻഡ് മാപ്പ് ചെയ്യുന്നത്. അതൊരു കൊഗ്നിറ്റീവ് തലത്തിലുള്ള വളർച്ചയാണ് അവിടെ ഉൾപ്പെടുത്തുന്നത്. ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും അതിന്റെ പ്ലാനിങ് പറയുക, ഇത് എങ്ങനെ ബെനിഫിറ്റിന് അതിന്റെ യൂസേജും ബെനിഫിറ്റും പറയുക, ഇതിലുള്ള ക്രിയേറ്റിവിറ്റി, എന്തൊക്കെ തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഇതാക്കുക. അതായത് ക്രിയേറ്റിവിറ്റി വരുമ്പോൾ കുട്ടികൾ ഐഡിയ ഉൽപ്പാദിപ്പിക്കുക, ഐഡിയ ഉണ്ടാക്കിപ്പിക്കുക, ഇന്നോവേഷൻസ്, പുതിയ പുതിയ കണ്ടെത്തലുകൾ നടത്തുക, കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുക. അതേപോലെ തന്നെ പ്രൊജക്റ്റുകൾ കൊടുക്കുക, ഗോൾ സെറ്റ് ചെയ്യിപ്പിക്കുക, സ്ട്രാറ്റജീസ് കൊണ്ടുവരിക. അതേപോലെ തന്നെ ഓവർവ്യൂ നടത്തിയ ഈസി ടു മെമ്മറൈസിങ് ടെക്നിക്സുകൾ നടത്തുക, സിമ്പിൾ, ഫാസ്റ്റ്, ഫൺ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റുകൾ വരുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നുമല്ല, കുട്ടികളുടെ മൈൻഡ് ബ്ലൂം ചെയ്യിപ്പിക്കുക, തോട്ട്ഫുൾ ആക്കുക, അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യിക്കുക, കുട്ടികൾക്ക് വ്യക്തമായ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് കൊണ്ടുവരിക, പ്രൊഡക്റ്റീവ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ ഒരു മൈൻഡ് തലത്തിലുള്ള ഒരു എക്സ്പ്ലോറേഷൻ ആണ് എന്ന് പറയുന്നത് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ അവസാനമായിട്ട് വരുന്നതാണ് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു ഹയർ സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് ഈസ് ഡിസൈൻഡ് ടു എൻകറേജ് എ സ്റ്റുഡൻസ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ആൻഡ് അപ്ലൈ പ്രീവിയസ് ആൻഡ് ന്യൂ നോളജ് ടു റിയൽ ലൈഫ് സിറ്റുവേഷൻ. മുൻ അറിവുകളും ഇപ്പോൾ കിട്ടിയിട്ടുള്ള അറിവും അത് റിയൽ ലൈഫിലേക്ക് എങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം, അത് എത്രത്തോളം റിയൽ ലൈഫിൽ യൂസ്ഫുൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് 10ാം ക്ലാസ് വരെയും +2 വരെയൊക്കെ പഠിച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു തിയറിറ്റിക്കൽ ബേസിലോ അല്ലെങ്കിൽ ഒരു ഫുള്ളി റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തക്ക രീതിയിലുള്ള അറിവുകളായിരിക്കില്ല. പക്ഷെ അത് പഠിച്ചിരിക്കണം. അത് പഠിച്ചെങ്കിലാണ് കാര്യങ്ങൾ അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുക. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ബേസിക് നോളജ് നിർബന്ധമായിരിക്കും. പക്ഷെ അതിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ, ഒരു PhD, MPhil ലെവലിലേക്കുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ
PG ലെവലുകളൊക്കെ കാര്യങ്ങളാണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ആണെങ്കിൽ അതിലൊരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവും. മുൻപ് പഠിച്ച കാര്യം ഇപ്പോൾ പഠിക്കുന്ന കാര്യം തമ്മിൽ കമ്പയർ ചെയ്ത് റിയൽ ലൈഫിലേക്ക് നമുക്കത് യൂസ്ഫുൾ ആക്കത്തക്ക രീതിയിലുള്ളതാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പഠനത്തെയാണ് ഇത് പറയുന്നത് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതൊരു അഡ്വാൻസ്ഡ് രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇറ്റ് എംഫസൈസ് ഓൺ ദി ഹയർ ഓർഡർ ലേണിംഗ് പ്രോസസ് എന്നുള്ളതാണ്. ഹയർ ഓർഡർ ലേണിംഗ് പ്രോസസ്, കേസ് ബേസ്ഡ് ലേണിംഗ് ഓർ സിനാറിയോ ബേസ്ഡ് ലേണിംഗ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ എടുത്തിട്ട് പഠിക്കുന്ന രീതിയാണ് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കേസ് സ്റ്റഡി ഒക്കെ നടത്തുന്നത് ഒരു PG ഡോക്ടറിന് പഠിക്കുന്നവരോ അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് സൈക്കാട്രിയിൽ MSW പഠിക്കുന്നവരോ അല്ലെങ്കിൽ LLB പഠിക്കുന്നവരോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നവരോ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഇപ്പോഴത്തെ സിനാറിയോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കേസ് എടുത്ത് പഠിക്കുകയോ ചെയ്യും. അതായത് ലോയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മുൻപ് നടന്നിട്ടുള്ള കേസുകൾ എടുത്തിട്ടൊക്കെ ആയിരിക്കും പഠിക്കുക. അല്ലെങ്കിൽ മെഡിക്കൽ ടൈമിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എടുത്തിട്ടായിരിക്കും കേസ് സ്റ്റഡി നടത്തിക്കൊണ്ട് അവർ പഠനം നടത്തുക. മുൻപ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിനാറിയോ ബേസ്ഡ് ലേണിംഗ് ഒക്കെയാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ്. ടീം ബേസ്ഡ് ലേണിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗുമാണ്. അപ്പോൾ ഇത്തരത്തിൽ ലേണിംഗ് നടത്തുന്നതിനെയാണെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആക്ടിവിറ്റി ലേണിംഗ് എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് അത് മെയിൻലി പ്രൊഫഷണൽ കോഴ്സുകളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് കാണാം. സോ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ലേണർ സെന്റേർഡ് മെത്തേഡുകളാണ്. ലേണർ സെന്റേർഡ് മെത്തേഡിൽ 9 മെത്തേഡുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പ്രാക്ടിക്കലി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു നോളജ് വളർത്തിയെടുക്കുക എന്നുള്ള സെൻസിൽ കൂടി നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ, നിങ്ങൾ ടീച്ചിങ് മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അത് വ്യക്തമായി കൂടുതലായിട്ട് നിങ്ങൾ കുട്ടികളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനും കൂടിയുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാനും കൂടി കഴിയും. ഒരു 9 ലേണർ സെന്റേർഡ് മെത്തേഡുകളാണുള്ളത്. സെൽഫ് ലേണിംഗ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, ദ കെല്ലർ പ്ലാൻ, പ്രൊജക്ട് മെത്തേഡ്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, ആക്റ്റീവ് ലേണിംഗ്, അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് ആൻഡ് മൈൻഡ് മാപ്പിംഗ്. സോ ഈ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ 4th ചാപ്റ്ററിൽ പെഡഗോഗി സബ്ജക്റ്റിൽ 2 ടീച്ചർ മെത്തേഡുകളാണ്, ടീച്ചിങ് മെത്തേഡുകളാണുള്ളത്. ഒന്ന് ടീച്ചർ സെന്റേർഡ് എന്നും 2 ലേണർ സെന്റേർഡ് എന്നും. ടീച്ചർ സെന്റേർഡിൽ 3 എണ്ണം പറഞ്ഞു, ലേണർ സെന്റേർഡിൽ 9 എണ്ണവും പറഞ്ഞു. അത് കോമൺ ആയിക്കൊണ്ടുകൂടി നിങ്ങൾക്ക് എസ്ഐസിൽ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഔട്ട്ലൈൻ ബേസിൽ തന്നെ ഈ ഒരു പോയിന്റ്സ് തന്നെ നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഈ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ പോയിന്റ്സ് നിർബന്ധമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 9 പോയിന്റ്സും മറ്റു 3ഉം 9ഉം പോയിന്റ്സ്, അതായത് 12 പോയിന്റ്സുകൾ അതിന്റെ ഓരോന്നിന്റെ അണ്ടറിലേക്കുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടും കൂടി 12 പോയിന്റ്സുകൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവറാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാം. ഷുവറാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.